ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് വെജ് പലാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഒരു തക്കാളി, ഒരു സവാള, ഒരു 2 ബീൻസ്, പിന്നെ ക്യാരറ്റ്, ഇതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ ഒരു പൊട്ടാറ്റോ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി അതിൻ്റെ തോല് കളഞ്ഞിട്ട്, പിന്നെ എല്ലാ സ്പൈസസും പെരുംജീരകം, കറുകപ്പട്ട, ഗ്രാമ്പു, കുരുമുളക്, പിന്നെ ഒരു പിടി തേങ്ങ ചിരണ്ടിയത്, പിന്നെ ഒരു ഇച്ചിരി ബട്ടാണി കുതിർത്ത് വെച്ചത്, പിന്നെ പുതിന, മല്ലിയില ഓരോരോ പിടി. അതിനുശേഷം ഒരു പാനിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തേച്ചും അത് ചൂടായതിനു ശേഷം നമുക്ക് എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. അത് ചൂടായി വരുമ്പോഴത്തേനും ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അത് ചെറുതായി വാടി വരുമ്പോഴത്തേനും ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അത് ചൂടാറാനായിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അന്നേരത്തേന് നമുക്കൊരു കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇച്ചിരി ഗീ ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും എടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാനിത് എടുത്തത്. പിന്നെ നമുക്ക് ബട്ടാണി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അന്നത്തേന് നമുക്ക് പോയി ഒന്ന് അരച്ചിട്ട് വരാം. ഇത് നമ്മൾ അരച്ചുകൊണ്ട് വന്ന് നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കി വെച്ചു. ലാസ്റ്റ് ഒരു സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. 2 വിസിൽ വരുന്നോളം വരെ വേവിക്കാം. വെജ് പലാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ 2 മുളക് ഇടാവുന്നതാണ്, പച്ചമുളക്. ഞാനിവിടെ ഇട്ടിട്ടില്ല, പിള്ളേരൊക്കെ കഴിക്കുന്നത് കൊണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.